മക്കളെ കണ്ടും മാമ്പ് കണ്ടും കൊതിക്കരുതെന്ന് കാരണന്മാർ പറയാറുണ്ട്. അതുപോലെ തന്നെ വിശ്വസ്തരാണെന്നും പറഞ്ഞ് കൂടെ നിൽക്കുന്ന പണിക്കാരെ കണ്ടുകൊണ്ട് നമ്മൾ വർക്ക് പിടിക്കരുത്. പണി കിട്ടും. എല്ലാ പണിക്കാരെയും കുറിച്ചല്ല, ചില ആൾക്കാർ നമ്മുടെ ഭയങ്കര വിശ്വസ്തരാണെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കും. ആശാൻ ആ വർക്ക് പിടിച്ചോ, ഈ വർക്ക് പിടിച്ചോ, സെറ്റാക്കാന്ന് പറയും. പക്ഷെ വിശ്വസിക്കരുത്, നമ്മൾ മുട്ടം പണി കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടൊന്നും തോക്കുന്ന ഒരുത്തനല്ല ഞാൻ, മനസ്സിലായ? ഒരുത്തനും വന്നില്ലെങ്കിൽ പണിയാൻ എനിക്കറിയാം. നമ്മുടെ കൂടെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പണി ചെയ്യാൻ മനസ്സുള്ള 1-2 പേര് മതി. അല്ലാതെ മെയിൻ പണിക്കാരനാണെന്നും പറഞ്ഞ് നടക്കുന്ന ഒരുത്തൻ്റെ ആവശ്യമില്ല ഇവിടെ. അപ്പം അതുകൊണ്ട് 5 പേര് കയറ്റുന്ന സിമെൻറ്റ് ബോർഡ് മുകളിൽ ഞങ്ങളിപ്പോൾ 3 പേരാണ് കയറ്റണത്. 3 പേര് കയറ്റിയിട്ട് കയറാതിരിക്കണമെന്നില്ല, നല്ല അന്തസ്സായിട്ട് കയറണുണ്ട്. അപ്പോൾ നമുക്ക് വർക്കായിട്ട് മുന്നോട്ട് പോവാം. അവർ അവരുടെ വഴിക്ക് മുന്നോട്ട് പോട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളുടെ കൂടെ ആകെ 3 പേരുള്ളൂന്നല്ല കേട്ടോ. ബാക്കിയുള്ളവർ വേറെ സൈഡിൽ വർക്ക് ചെയ്യാണ്ട്, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ വിളിക്കാം. സിമെൻറ്റ് കൂടെ ഒരു 3 കയറ്റിച്ചിട്ടുണ്ട്, 4 കയറ്റിച്ചിട്ടുണ്ട്, ഇനി ഇവിടുത്തെ കയറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ സിമെൻറ്റ് കൂടെ നേരെ ഇങ്ങനെ ഇട്ട് നമ്മൾ ചാടി ചേർത്ത് ബാക്കി ഒരു അടിയിൽ നിന്ന് ഫില്ല് ചെയ്ത് കളയും. അതിനുശേഷം നമ്മളിത് പൊട്ടിച്ചെടുക്കും. ഇത് എളുപ്പത്തിൽ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു സൈഡ് മാത്രമേ ടാക്കടിച്ചിട്ടുള്ളൂ, നേരെ ഇങ്ങോട്ട് ഒടിച്ചെടുക്കാം കഴിയുമ്പോൾ. ഓക്കെ. പിന്നെ നമുക്ക് ഇതിൻ്റെ പെയിൻറ്റിങ് കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ സിമെൻറ്റ് കൂടെ കയറ്റാം. ഞാൻ കുറേ നാളുണ്ട് കിടക്കണ തേങ്ങ മേലെ സ്ക്രൂ ഓടിക്കണം.